സമയത്ത് ഇവിടേക്ക് ഒരാൾക്ക് വരാൻ പേടിയായി. ടിക്കറ്റ് എന്തല്ല അപ്പോൾ ഒരു ടിക്കറ്റ് എനിക്കെത്തുള്ളൂ, ഒരു ടിക്കറ്റ് എടുത്തോളൂ. നമ്മൾ ആശുപത്രിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒരു പൊളിഞ്ഞ കെട്ടിടം കാണാം. നമ്മൾ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് താമസിക്കാൻ, അവർക്കൊരു നേരം ഉറങ്ങാൻ, അവർക്കുള്ള ഭക്ഷണം, അവർക്ക് എന്താ പറയുക, അവരെ മൊത്തം അവർ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. ഒരുപാട് മരങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് നമ്മമാരെ വിപി വിശ്വനാഥനാണ്. ഞാനിപ്പോൾ ത്വക്ക് ആശുപത്രിയിലാണ്. സ്കിന്നിന് മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. പലർക്കും ഇത് അറിയില്ല എന്നാണ് സത്യം. നമ്മളെ ഇത് കോഴിക്കോടാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്താണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് എന്ത് ഒരു ആരോഗ്യ പ്രശ്നം, അതായത് സ്കിന്നിൻ്റെ ഏത് സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിൻ്റെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, സർക്കാർ ത്വക്ക് രോഗാശുപത്രി ചേവയൂർ കോഴിക്കോട്. ഈ റോഡിനാണ് വരിക. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ചേവായൂരാണ്. പലർക്കും അറിയാം. അതായത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന അവിടെ തന്നെ ചേവായൂരാണ് സ്ഥലമുണ്ട്. അപ്പോൾ ആ ചേവായൂരിൽ നിന്ന് നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്തുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പോകുന്ന റോഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ വലതേ ഭാഗത്ത് കാണാം ഈ സ്കിന്നിൻ്റെ ത്വക്ക് രോഗം, സർക്കാർ ത്വക്ക് ആശുപത്രി. പലർക്കും ഇതറിയില്ല. നമ്മൾ ഇതിൻ്റെ ഈ കോഴിക്കോട് ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് പോലും പലർക്കും ഇത് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ആശുപത്രിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒരു പൊളിഞ്ഞ കെട്ടിടം കാണാം. നല്ലൊരു വളരെ പ്രകൃതി രമണീയ, വളരെ ശാന്തതയുള്ള സ്ഥലമാണ്. നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന ലെവലൊന്നല്ല. ഒരുപാട് മരങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പൊളിഞ്ഞ കെട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ആരും വന്ന് നിൽക്കണമെന്നില്ല. ഇവിടെ വേറൊരു സംഭവം കാണിച്ചു തരാം. 1923 ഏരിയ. നമുക്കൊന്ന് അടുത്തേക്ക് പോവാം. 1923. ഇത് പണ്ട് വേറൊരു ഹോസ്പിറ്റലായിരുന്നു. അതാണ് പിന്നെ വീണ്ടും ഇത് ത്വക്കാശുപത്രിയായിട്ട് പിന്നീട് ഇപ്പോൾ ആവണത് ആയത്. അപ്പോൾ ഇതൊക്കെ അധികം ഉപയോഗിക്കാത്തൊരു സ്ഥലങ്ങളാണ്. ഇതാണ് ഓഫീസ് കേട്ടോ. ഇത് ഓഫീസാണ്. ഓഫീസ് വരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് മെല്ലെ പോവാം. അടുക്കള കെട്ടിയിടം. ഇത് അടുക്കളയാണ്. പൊളിഞ്ഞ കെട്ടിടം പോലെ തന്നെ പൊളിഞ്ഞൊരു മരം, ഒരുപാട് പഴക്കമുള്ള മരമാണ്. അത് പൊളിഞ്ഞു കിടക്കുകയാണ്. ചേരി, ഇവിടെ വിറക്, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. ഒരുപാട് കാടും ഇതൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ, പ്ലേസാണേ. അതാണ് ഞാൻ ഇത് ഒന്നാമത് എടുക്കാൻ കാരണം. നമുക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നാലും ഇവിടെ അത്രയും നല്ല പീസ്ഫുള്ളായിരിക്കും ഈ സ്ഥലം. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. ഞാൻ ഇവിടുത്തെ പാർക്കിംഗ് സ്ഥലം. ഇവിടെ പാർക്കിംഗ് ഒരു ഏട്ടനുണ്ട്. ഏട്ടാ, ഈ ത്വക്കാശുപത്രി എന്താ പറയുള്ളത് എന്ന് പറഞ്ഞേ. ഇത് പണ്ട് എന്തിനാ ആശുപത്രി? എന്തിന്? കുഷ്ഠരോഗ ആശുപത്രി. പിന്നെ ത്വക്ക് രോഗമായിട്ട് വന്നല്ലേ? ഭയപ്പാടാണ്. സ്കിന്നിന്റെ വിഭാഗമാക്കി എടുത്തു. അപ്പോൾ കുഷ്ഠരോഗത്തിന്റെ ചികിത്സ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ? അതിന്റെ പേഷ്യന്റ് ഇപ്പോൾ താമസിക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് പണ്ട് കുഷ്ഠരോഗത്തിന്റെ പേരാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് ആൾക്കാർക്ക് ഭയമായതുകൊണ്ട് ആൾക്കാർ വരൂല അല്ലേ? ഇപ്പൊ ഫുള്ളാണ് കുഷ്ഠരോഗം. അല്ല അതല്ല, ബാക്കി ആൾക്കാർ വരൂല. കുഷ്ഠരോഗം ഇല്ലല്ലേ? ഇപ്പൊ ത്വക്ക് രോഗമാണ്. ഇപ്പൊ കുഷ്ഠരോഗം എന്ന് പറയൂല, ത്വക്ക് രോഗം. ഓക്കെ. ഇപ്പൊ അത് കാണിക്കാനാണ് ഫുള്ള് പേര് വരുന്നത്. തിരക്ക് കുറവാണ്. മറ്റു 10-700 പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ശരി. ഇപ്പോ ഓൾറെഡി ഇത് അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഇവിടെ പല്ലാശുപത്രി ഉണ്ട്, പിന്നെ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പിന്നെ അവിടെ താഴെ തന്നെ കുട്ടികൾക്കുള്ള വിഭാഗം, പിന്നെ അപ്പുറത്ത് പോയാൽ ക്യാൻസർ, ചെസ്റ്റ്, അങ്ങനെയുള്ള വിഭാഗമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ത്വക്കാശുപത്രിന് വേണ്ടിയിട്ട് അധികം ഒരു ഇത് വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും മനുഷ്യന് ആവശ്യം വരുന്നത് ത്വക്കിൻ്റെ ആണ്. അതാണ് ഇപ്പൊ കുറെ ഡോക്ടർമാരുണ്ട്. 5 ഡോക്ടർമാരുണ്ട്. 5 രൂപയാണ് ഫീസ് അല്ലേ? 5 രൂപ ഫീസ് ഇല്ല. അല്ല, ഫീസ് അല്ല, ഒരു ചെറിയ ചാർജ്. OP ടിക്കറ്റ് എടുക്കാൻ 5 രൂപ. OP ടിക്കറ്റ് 5 രൂപ. ഒന്നുമില്ല.
ഓഫീസിന് 5 രൂപ മരുന്ന് ഫ്രീ ആണ്. അത്യാവശ്യം മരുന്ന് അത്യാവശ്യം നന്നായിട്ട് മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. നല്ല ഡോക്ടേഴ്സുമാണ്. ഒന്ന് കാണിച്ചിട്ട് ഇവിടെ ഞാൻ ഒന്ന് എൻ്റെ കൈയിൻ്റെ ഞാൻ ഇവിടെ കോഴിക്കോട് സ്വദേശിനാണ്. ഇപ്പോൾ ഇവിടെ വള്ളിക്കുന്നിലാണ്, നമ്മൾ കടലുണ്ടി വള്ളിക്കുന്നിലാണ് താമസിക്കുന്നത്. കോഴിക്കോട് ജനിച്ചൊക്കെ കോഴിക്കോട് കല്ലായി മാങ്കാവല്ല, അച്ഛൻ്റെ നാടൊക്കെ കല്ലായാണ്. പിന്നെ കുറേ കടലുണ്ടിയാണ് നിന്നിന്. ഇപ്പം നമ്മൾ വള്ളിക്കുന്നാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് എന്താ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കാണുമ്പോൾ അല്ലേ. 28 ഏക്കർ അല്ലേ. ഏട്ടൻ്റെ പേരെന്താ? ഇവിടെ എത്രയായി? ഞാനിവിടെ 28 വർഷം. 28 വർഷമായില്ലേ. എന്തായാലും ഏട്ടൻ എന്തായാലും ഇവിടെ ഇതൊരു ഗ്രൗണ്ടാണ്, ഇവിടെയാണ് പാർക്കിംഗ്. അപ്പോൾ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ പൈസ അല്ലേ ചെറിയൊരു പൈസ അല്ലേ, അത് വലിയ ഒരു 5 റുപ്യ. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എത്ര പൈസ കൊടുക്കണോ, ഇവിടെ 5 റുപ്യ. അപ്പം ഞാനിപ്പോൾ കാണിച്ചപ്പോൾ എനിക്ക് കൈക്കൊരു ചെറിയൊരു കാണിച്ചപ്പോൾ എനിക്ക് ഏകദേശം നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടി, നല്ല മരുന്നും കിട്ടി. എന്തായാലും ഇവിടെ വന്നാണ്. അതെ അതെ, അത് ആള് ഫുള്ളുള്ളപ്പോൾ വരണേല്ലേ. പിന്നെ നല്ല ആൾക്കാരുണ്ടല്ലേ. അതെ, ഞാനൊക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ കാണാൻ അത്ര അങ്ങനെയാകുമ്പോൾ ജനങ്ങൾ പേടിക്കുകയും ചെയ്യും. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പം ആരും ഇപ്പോൾ കുഷ്ഠരോഗമില്ലല്ലോ. കുഷ്ഠരോഗമില്ല. ഒരു സമയത്ത് ഇവിടേക്ക് ഒരാൾക്ക് വരാൻ പേടിയായി. ഇന്നിപ്പോൾ അതൊക്കെ പോയി. വീട്ടിൽ പോയി. ലോട്ടറി വിൽക്കാൻ ഏട്ടനാണ്, ഒരു വയ്യാത്ത ഏട്ടനാണ്. ഇവിടെയാണ് OP ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇത് ലബോറട്ടറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യണതാണ്. അതിൻ്റെ ഉള്ളോട്ടേക്ക് പോയാലാണ് ഡോക്ടർമാരുള്ളത്. പിന്നെ ഫാർമസി ഈ ഭാഗത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ല. ഏട്ടൻ പറഞ്ഞ തിരക്കില്ല. ഇന്നലൊക്കെ നല്ല തിരക്കേനി. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അനിൽകുമാറേട്ടൻ ഇവിടെ എത്രയായി ഇപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യണത്? വയ്യാതെ നിൽക്കുക അല്ലേ. ഇപ്പം എത്രയായി? 3 വർഷം ഇവിടെ ലോട്ടറിക്ക് ഉണ്ടല്ലേ. 3 മാസമായിട്ട്. എവിടെ വീട്? തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് അള്ള. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏട്ടനാട്ടത് അനിൽകുമാരുടെ. അത് എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ ഇവിടെ എടുത്തുള്ള ആളാണ്. അപ്പോൾ ഈ ഏട്ടൻ 3 മാസമായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്യുകയാണ്. ഏട്ടൻ കണ്ടല്ലേ വയ്യാതെ കാലിനൊരു ചെറിയ പ്രശ്നമുണ്ട്. കച്ചവടം നടക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലേ. ഓക്കെ. ടിക്കറ്റ് എന്തോ അല്ല. അപ്പോൾ ഒരു ടിക്കറ്റ് എനിക്കെത്തുള്ളൂ. ഒരു ടിക്കറ്റ് എടുത്തോളൂ. ഓക്കെ താങ്ക്സ്. അപ്പോൾ ടിക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് ഒന്നും എടുക്കലില്ല. അങ്ങ് ഇൻസ്പിറേഷനാണ്. തിരുവനന്തപുരത്ത് ഈ വയ്യാത്ത കാലമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അതെ ഈ വണ്ടിയിൽ എങ്ങനെ വന്നു പോകണോട്ട് ഒരു വണ്ടി ആവശ്യമുണ്ടല്ലേ. ഓക്കെ കഷ്ടപ്പെടുന്ന ചേട്ടാ ഇവിടെ തൊക്കാശുപത്രിയിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കച്ചവടം നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏട്ടാ ശരി, ഒരു ഹായ് പറയാം നമ്മളെ. ഹായ്. ഓക്കെ താങ്ക്സ്. നല്ല എന്തായാലും ലോട്ടറി അടിക്കാൻ നോക്കാം. ഓക്കെ എന്നാൽ ശരി. ഇന്ന് 3 മണിക്ക് എടുക്കണല്ലേ. ഓക്കെ എന്നാൽ ശരി, നോക്കട്ടോ. അപ്പോൾ ഇത്ര കാണും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കാണിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും നമുക്ക് പോയിട്ട് കാണിക്കാൻ പറ്റില്ല. പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാലോ, അവിടെയൊക്കെ പല ട്രീറ്റ്മെൻറ്റും നടക്കുന്ന സ്കിന്നിൻ്റെ സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇതിൻ്റെ അടുത്തുള്ള മറ്റു പ്ലേസുകളിലേക്ക് ഒന്ന് കാണാം. എന്താ പറയുക, നല്ല മരങ്ങളുള്ള ഒരു ഫോറസ്റ്റ് ഒരു മറ്റേ വയനാട്ടിലൊക്കെ വന്ന പോലെ ഒരു ഫീൽ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീല്. ഓക്കെ, ജസ്റ്റ് മുമ്പൊക്കെ ഒന്ന് ഈ റൂട്ടിലൊന്ന് പോയി നോക്കാം. ഇവിടെ മറ്റേ കുറേ പൊളിഞ്ഞ പോലത്തെ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അല്ലേ. മറ്റൊരു പ്ലേസാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പാമ്പും ചേരൊക്കെ ഉണ്ട് കേട്ടോ. അമ്മാരി ഒരു ഇതാണ്. ഇവിടെ ആ ഏട്ടൻ പറഞ്ഞിട്ടാണ്, നമ്മളെ നേരത്തെ പാർക്കിങ്ങിലുള്ള ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഇവിടേക്ക് എടുത്ത പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉദയം പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു ഏട്ടൻ ചോദിച്ചു ഉദയത്തിലേക്കാണെന്ന്. അതാ അപ്പോൾ പോകുന്ന ഏട്ടൻ. അപ്പോൾ ഞാനപ്പോൾ ക്യാമറ ഓഫാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് മൂപ്പരെ ചോദിക്കണേ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങോട്ടാണ്. അപ്പോൾ എന്താണ് ഉദയം എന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും ഇവിടെ വന്നതല്ലേ. ഒരു ഇതുപോലെ പൊളിഞ്ഞൊരു വീട് പോലെ മറ്റൊരു സ്ഥലമാണ്.
കണ്ടല്ലേ, ഒരു വേറെ തന്നെ ഒരു ഇതല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ. അവിടെ ഒരു ഇത്താത്ത ഉണ്ട്, എന്താ എന്നതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്താ സംഭവം എന്നൊക്കെ. അവിടെ നേഴ്സുമാരുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഉദയം, അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കാൻ വലിയൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാനിത്. അപ്പോൾ ഉദയം ഇവിടേക്കാന്ന് പറഞ്ഞു, നോക്കി നോക്കാം. അവിടെ ഉദയം അവിടെ ഉദയം ഇതല്ല, ഓക്കെ ഇതാണ് ഉദയം എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൂടി നമുക്ക് ഒന്ന് നോക്കാം. ജസ്റ്റ് പുറകിൽ നിന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഉദയം ഒന്ന് പോയി നോക്കാം അല്ലേ. അപ്പം ഞാൻ ഉദയത്തിൻ്റെ അവിടെ നിൽക്കണത്. അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അവിടെ ഓഫീസിൽ പോയി സംസാരിച്ച് അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടിലെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ഉദയം. വലിയൊരു പ്രൊജക്റ്റ് പറഞ്ഞാൽ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാർ, നമ്മൾ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് താമസിക്കാൻ, അവർക്കൊരു നേരം ഉറങ്ങാൻ, അവർക്കുള്ള ഭക്ഷണം, അവർക്ക് എന്താ പറയുക, അവരെ മൊത്തം അവരെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഉദയം. കളക്ടറുടെ കീഴിലാണ് ഈ ഉദയം പറഞ്ഞ ഈ പ്രൊജക്റ്റ് ഉള്ളത്. അപ്പോൾ കളക്ടറുടെ പെർമിഷനും അതൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ഞാനവിടെ എനിക്ക് തോന്നി അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരുപാട് പ്രായമായ ആൾക്കാരുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ ഓരോ ജോലി ചെയ്യുന്നു, അവർ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ആരുമില്ലാത്ത ആൾക്കാർ, ഒരു അന്തേവാസികൾ പറയാൻ പറ്റാറില്ല. ഇവിടുന്ന് ഒരാൾ എന്നോട് പറഞ്ഞു അത് അന്തേവാസികൾ നിൽക്കണ അതാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ എനിക്ക് അറിയുന്നത്. ഉദയം പറഞ്ഞിട്ട് വരുന്നവരെ നമുക്കറിയില്ല ഇത് എന്താ സംഭവം എന്നറിയില്ല. അവർ എന്തായാലും ഉദയം പ്രൊജക്റ്റിന് ഒരുപാട് ആശംസകൾ നേരുന്നു. ഒരു വലിയ പ്രൊജക്റ്റായി മാറട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസമാകുന്ന പ്രൊജക്റ്റായി മാറട്ടെ, ഒരുപാട് ആൾക്കാരെ ഒപ്പുന്നൊരു പ്രൊജക്റ്റായി മാറട്ടെ, ഒരുപാട് ആൾക്കാരുടെ വയറ് നിറയ്ക്കുന്ന പട്ടിണി മാറ്റുന്നൊരു പ്രൊജക്റ്റായി മാറട്ടെ. അപ്പോൾ ഉദയം മുന്നോട്ട് കൊണ്ടുപോകുന്ന കളക്ടർക്കും അല്ലെങ്കിൽ ജീവനക്കാർക്കും എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ വേഗം ഓക്കെ, താങ്ക് യു. ഈ ചേട്ടനങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. നിങ്ങൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ ഈ ചേട്ടനൊന്ന് ഓർക്കണം കേട്ടോ. കൈക്ക് ചെറിയൊരു സ്കിന്നിൻ്റെ ചെറിയൊരു പ്രശ്നം. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് നല്ല സ്കിന്നിൻ്റെ ഡോക്ടർമാരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഒരു തൊക്കാശുപത്രി ഉണ്ട്, സർക്കാർ ആശുപത്രിയാണ്. ഞാൻ സർക്കാർ ആശുപത്രിയോ? ഞാനതായിട്ട് കേട്ടില്ലല്ലോ. അവൻ പറഞ്ഞ് എടാ ഉണ്ടടാ, ചേവായൂർ ഭാഗത്താണ് നമ്മൾ തൊട്ടത്. അവൻ ചേവായൂരാണോ? നമ്മുടെ അടുത്താണോ? മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. അങ്ങനെ ഞാനൊന്ന് വന്ന് ജസ്റ്റ് കുറച്ചായി കാണിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഒന്ന് വളരെ നേരത്തെ ഒരു വർക്കൊക്കെ ഇറങ്ങാനായിട്ട് മുന്നേ വളരെ നേരത്തെ വന്നിട്ട് ഒന്ന് ഇപ്പോഴും ആ സമയം വർക്കിന് ഇറങ്ങാവുന്ന സമയം ആയിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ നിന്നൊരു 6:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ വന്ന് കാണിച്ച് വളരെ നല്ല ഡോക്ടർമാർ, വളരെ എല്ലാവരും നല്ല ചികിത്സ. എനിക്ക് ഒരുപാട് മരുന്നെന്ന് പറയാനല്ല, എന്നാലും 1-2 മരുന്നുകൾ തന്ന്, കൈക്ക് പുരട്ടുള്ള ഓയിൽമെൻറ്റ്, പിന്നെ ചെറിയ മെഡിസിൻ ഉള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യണം എന്നൊരു പ്ലാനായിട്ട് വന്നതൊന്നല്ല, ആണ് സത്യം. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഇതൊക്കെ നോക്കിയപ്പോൾ, ഈ അന്തരീക്ഷമൊക്കെ നോക്കിയപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റല്. അങ്ങനെ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യാൻ നോക്കിയ സമയത്താണ് നമുക്ക് ഇവിടെ ഒരു ഉദയം പറഞ്ഞൊരു പ്രൊജക്റ്റ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് പുറത്തൊക്കെ എടുത്ത് നമുക്ക് ഉള്ളോട്ടൊന്നും അനുവദനീയമല്ലാതെ നമുക്ക് ഉള്ളോട്ടൊന്നും കയറിയിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അവിടെ ഒരുപാട് പേഷ്യൻസ് ഉള്ളതാണ്. അപ്പുറത്തെ ഉദയത്തിലാണെങ്കിൽ അന്തേവാസികളാണ്. അപ്പോൾ അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ട് നമ്മൾ ഈ പുറം ഭാഗം കാണിച്ച് ഇങ്ങനൊരു ആശുപത്രിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഒരുപാട് ആൾക്കാർക്ക് ഒരു ആശ്വാസമാകാൻ ഈ ആശുപത്രി കഴിയട്ടെ. വിപിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.